യൂറോപ്യൻ ഫുട്ബോളിനെ വിറപ്പിച്ച പോർച്ചുഗീസ് കരുത്തു വീണ്ടും നൗ ക്യാമ്പിലേക്ക്. ആരാധകരുടെ പ്രിയ താരം ജോവോ കാൻസലോ സൗദി അറേബ്യയിൽ അൽ ഹിലാലിൽ നിന്ന് ലോൺ അടിസ്ഥാനത്തിൽ ബാഴ്സലോണയിലേക്ക് ഔദ്യോഗികമായി മടങ്ങിയെത്തിക്കഴിഞ്ഞു. കരിയറിലുടനീളം താൻ നെഞ്ചേറ്റിയ 2ാം നമ്പർ ജേഴ്സിയിൽ തന്നെയാകും ഇത്തവണയും ഈ പ്രതിരോധ ഭടൻ മൈതാനത്തിറങ്ങുക. ക്ലബ്ബ് പ്രസിഡന്റ് ജോവോൻ ലപ്പോർട്ടയുടെയും സ്പോർട്ടിംഗ് ഡയറക്ടർ ഡെക്കോയുടെയും സാന്നിധ്യത്തിൽ നടന്ന കരാർ ഒപ്പിടൽ ചടങ്ങ് ബാഴ്സയുടെ ഈ സീസണിലെ കിരീടമോഹങ്ങൾക്ക് പുതിയ ഊർജ്ജമാണ് പകരുന്നത്. 2023-24 സീസണിൽ ബാഴ്സയുടെ കുപ്പായത്തിൽ കാൻസലോ നടത്തിയ പ്രകടനം വെറുമൊരു മിന്നലാട്ടമായിരുന്നില്ല. 42 മത്സരങ്ങളിൽ നിന്ന് 4 ഗോളുകളും 5 അസിസ്റ്റുകളുമായി ക്ലബിന്റെ ആക്രമണ പ്രതിരോധ നിരകളെ ഒരുപോലെ നയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുമുണ്ട്. അൽ ഹിലാലിലെ 45 മത്സരങ്ങളുടെ കരുത്തുറ്റ അനുഭവ സമ്പത്തുമായാണ് താരം ഇപ്പോൾ തിരിച്ചെത്തിയത്. എതിരാളികളുടെ ബോക്സിലേക്ക് ഇരച്ചു കയറുന്ന കാൻസലോയുടെ വേഗതയും കൃത്യതയാർന്ന ക്രോസുകളും ഹാൻസി ഫ്ലിക്കിന്റെ തന്ത്രങ്ങൾക്ക് വലിയ കരുത്താകുമെന്നതിലും തർക്കമില്ല. ബെൻഫിക്കയിൽ തുടങ്ങി വാലൻസിയ, ഇന്റർ മിലാൻ, യുവന്റസ്, മാഞ്ചസ്റ്റർ സിറ്റി, ബയൺ മ്യൂണിക്ക് എന്നിങ്ങനെ യൂറോപ്പിലെ വമ്പൻ ക്ലബ്ബുകളിൽ പയറ്റിത്തെളിഞ്ഞ ആ പോരാട്ട വീര്യം ഇനി ബാഴ്സലോണയുടെ പ്രതിരോധ കോട്ടയ്ക്ക് കാവലാകും. വെറുമൊരു ബാക്ക് എന്നതിലുപരി കളിയുടെ ഗതി നിയന്ത്രിക്കാൻ ശേഷിയുള്ള കാൻസലോയുടെ സാന്നിധ്യം പരിശീലകൻ ഹാൻസി ഫ്ലിക്കിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല. ടീമിലെ യുവതാരങ്ങൾക്ക് വഴികാട്ടിയാകാനും നിർണായക ഘട്ടങ്ങളിൽ മത്സരഫലം മാറ്റിയെഴുതാനും അദ്ദേഹത്തിന് കഴിയും. ഹാൻസി ഫ്ലിക്കിന് മുന്നിലുള്ളത് അഗ്നി പരീക്ഷണങ്ങളുടെ ദിനങ്ങളാണ്. ജനുവരി 15-ന് കോപ്പ ഡെൽ റേയിൽ റേസിംഗ് സാന്റാൻഡറിനെ നേരിടാനിരിക്കുന്ന ബാഴ്സയ്ക്ക് തൊട്ടു പിന്നാലെ 18-ന് റയൽ സോസിദാദിനെതിരായ കടുത്ത ലാലിഗ പോരാട്ടവുമുണ്ട്. ഈ നിർണായക മത്സരങ്ങളിൽ കാൻസലോയുടെ തിരിച്ചുവരവ് ടീമിന് എത്രത്തോളം കരുത്താകുമെന്ന് കാണാൻ കായിക ലോകം കാത്തിരിക്കുന്നുണ്ട്. കഴിഞ്ഞുപോയ കാലങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണെങ്കിൽ കാറ്റലോണിയൻ മണ്ണിൽ ഇനി കാൻസലോ പ്രഭാവം ആവർത്തിക്കുക തന്നെ ചെയ്യും.